Hello dear children, welcome to new video. നമ്മളിന്ന് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ 10th CBSEയിലെ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിക്കപ്പോഴും ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. ഇൻ ദ ഗിവൺ ഫിഗർ, ഈ കാണുന്ന ഫിഗറിൽ DE BCക്ക് പാരലാണ്. അതെ, ഈ സിംഗിൾ ആരോ വരച്ചിരിക്കുന്ന DEയും BCയും പാരലാണ്. പിന്നെ അതിന്റെ CD പാരൽ ടു EF, CDയും EFും പാരലാണ്. ഈ ഡബിൾ ആരോ വരച്ചിരിക്കുന്ന ഈ രണ്ട് ലൈനും പാരലാണ്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് AD സ്ക്വയർ ഈസ് ഈക്വൽ ടു AB ഇൻറ്റു AF. AD സ്ക്വയർ ഉണ്ടത് ഇതാണ് നമ്മുടെ AD സ്ക്വയർ ഈസ് ഈക്വൽ ടു AB. ദിസ് ഈസ് ദ AB ഇൻറ്റു ഏതാണ് AF. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ എന്നുള്ള ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു തിയറമാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ആ തിയറത്തെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓൾറെഡി ക്ലാസ്സിലൊക്കെ നിങ്ങളത് ഡിസ്കസ് ചെയ്താണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, BPT എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോക്കാം എന്താണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, ഇപ്പൊ ട്രയാങ്കിളിന്റെ പേര് നമുക്ക് ABC എന്ന് എടുക്കാം. ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് നിങ്ങൾ പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരയ്ക്കുകയാണ്. പാരലായിട്ട് ലൈൻ വരയ്ക്കുകയാണ്. അപ്പൊ ഈ ലൈനിന്റെ പ്രത്യേകത, ഈ ലൈന് ഒരു സൈഡിന് പാരലാണ്. ഓക്കെ, ആ ലൈൻ കണ്ടില്ലേ, ഇപ്പൊ ഈ വരച്ച ലൈന് മറ്റ് രണ്ട് സൈഡുകളെ കട്ട് ചെയ്തായിട്ട് കാണുന്നില്ലേ. ഈ പോയിന്റിലും AB എന്നുള്ള സൈഡിനെ ഇതിന്റെ ഇവിടെ കട്ട് ചെയ്തു, AC എന്നുള്ള സൈഡിനെ ഇതിന്റെ ഇവിടെ കട്ട് ചെയ്തല്ലോ. കട്ട് ചെയ്ത പോയിന്റ് നമുക്ക് DE എന്നെടുക്കാം. ഓക്കെ, അപ്പൊ ഈ DE എന്ന് പറയുന്ന ലൈന് BCക്ക് പാരലാണ്. അത് AB എന്ന് പറയുന്ന സൈഡിനെയും AC എന്ന് പറയുന്ന സൈഡിനെയും ഇതേ കട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്, ഈ രണ്ട് സൈഡിനെയും കട്ട് ചെയ്യുന്നത് സെയിം റേഷ്യോയിലാണെന്നാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്. എന്താണ് റേഷ്യോ എന്ന് നോക്കാം. അതായത് ഇപ്പൊ ഈ ട്രയാങ്കിളിന്റെ AB എന്നുള്ള സൈഡ് എടുക്കുമ്പോൾ ഇവിടെ D എന്ന് പറയുന്ന പോയിന്റ് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് പീസ് ഉണ്ടായില്ലേ. ഏതൊക്കെയാ പീസ്? ADയും DBയും. അതേപോലെ നെക്സ്റ്റ് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ രണ്ട് പീസ് ഉണ്ടായില്ലേ, AEയും ECയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് AD ഡിവൈഡഡ് ബൈ DB, ഈ ഒരു റേഷ്യോയും അത് ഇപ്പുറത്തെ രണ്ട്, ഈ ഒരു AC എന്നുള്ള സൈഡ് രണ്ട് പീസായിട്ട് മാറിയില്ലേ. ഏതൊക്കെയാണ്? AEയും ECയും ആയിട്ട്. ആ രണ്ട് പീസുകൾ AE ഡിവൈഡഡ് ബൈ EC, ഈ ഒരു റേഷ്യോയും തമ്മിൽ എന്താണ്, ഈക്വൽ ആണ് എന്നുള്ളതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത്. അപ്പൊ DE എന്ന് പറയുന്ന ഈ ലൈന് വെറുതെ വരച്ച ലൈനല്ല, നമ്മൾ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലായിട്ട് വരച്ച ലൈനാണ്. ആ ലൈന് ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡിനെയും AB എന്നുള്ള സൈഡിനെയും AC എന്നുള്ള സൈഡിനെയും സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഈ AB രണ്ട് പീസായി, ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ഇത്. ACയും രണ്ട് പീസായി, ഈ രണ്ട് പീസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മുടെ BPTയിലെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന റിസൾട്ട്. ഇനി BPTയിലെ മറ്റൊരു റിസൾട്ട് ഉണ്ട്. ഇതേ റിസൾട്ട് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു റിസൾട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ BPT ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ഏതാണ്, AD എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ബൈ ദിസ് ലോങ് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ബൈ ഈ ദിസ് ലോങ് ഡിസ്റ്റൻസ്. അതും നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണത്? AD ഷോർട്ട് ഡിസ്റ്റൻസ് AD ബൈ ലോങ് ഡിസ്റ്റൻസ് AB ഈക്വൽ ടു ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് AE ഡിവൈഡ് ബൈ ലോങ് ഡിസ്റ്റൻസ് AC. ഓക്കെ, ഇതും BPTയുടെ തന്നെ ഒരു റിസൾട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ ഈ ഷോർട്ടും ഈ ലോങ് ഡിസ്റ്റൻസും വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വേറൊരു ഷോർട്ട് ഡിസ്റ്റൻസ് പറയാം. നമ്മൾ ഈ ഒരു താഴത്തെ ഷോർട്ട് ഡിസ്റ്റൻസ്, ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന റേഷ്യോ പറയാം. എങ്ങനെയാണ്? ഈ ഷോർട്ട് ഡിസ്റ്റൻസിന്റെ പേരെന്നാ? DB ബൈ ലോങ് ഡിസ്റ്റൻസ് ഏതാ? AB ഈക്വൽ ടു ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് EC ബൈ ലോങ് ഡിസ്റ്റൻസ് AC. അപ്പൊ ഇതെല്ലാം തന്നെ BPTയിൽ എന്താണ്? റിസൾട്ട് ആണ്. ഇതും BPT ആണ്, ഇതും BPT ആണ്, ഇതും BPT ആണ്. ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന റിസൾട്ട്. ഇതിൽ നിന്ന് ഈ രണ്ട് റിസൾട്ടുകളെല്ലാം നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം BPTയുടെ തന്നെ റിസൾട്ടുകളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. സോ ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. നോക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഇവിടെ നോക്കിയേ, ഇവിടെ പ്രൂവ് ചെയ്യേണ്ടേ DE പാരൽ ടു BC എന്ന് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. DE പാരൽ ടു BC തന്നിട്ടുണ്ട്. CD പാരൽ ടു EF എന്ന് തന്നിട്ടുണ്ട്. ഈ DE പാരൽ ടു BC വരുന്ന ട്രയാങ്കിൾ നമുക്ക് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാം. DE പാരൽ ടു BC, അത് നമ്മുടെ ആ വലിയ ട്രയാങ്കിൾ, അതിന് മാത്രമായിട്ട് ഇങ്ങോട്ട് സെപ്പറേറ്റ് വരികയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്.
ജസ്റ്റ് നോക്കുക. എ ബി സി, ഇവിടെ ഡി, ഇവിടെ ഇ. ഓക്കെ, ഇതേണ്ട ഈ സിംഗിൾ ആരോ വരച്ചിട്ടുള്ളതായി. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ഡി ഇ ബി സിക്ക് പാരലല്ലേ. ഇനി അടുത്തത് കണ്ടേ, ഈ സി ഡി പാരൽ ടു ഇ എഫ് വരുന്ന മറ്റൊരു ട്രയാങ്കിൾ. അതും താണ്ട് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ എ ഡി സി എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ട്രയാങ്കിൾ കാണുന്നുണ്ടോ? അതിനെ ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ മാറ്റി വരികയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഉണ്ടോ? ഇവിടെ എ, ഇവിടെ ഡി, ഇവിടെ സി, ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു കണ്ടേ ഉണ്ടോ? എഫ് ഇ, ഈ ഒരു ഡബിൾ ആരോ വരുന്നത് കാണുന്നുണ്ടോ? കണ്ട് എ ഡി സി എന്നുള്ള ട്രയാങ്കിളാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. എ ബി സി എന്ന് പറയുന്ന ഫുൾ ട്രയാങ്കിളാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ രണ്ടിലും ബി പി ടി അപ്ലൈ ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഈ എ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡി ഇൻറ്റു എ ഡി ചെയ്യുമ്പോഴല്ലേ നമുക്ക് എ ഡിയുടെ സ്ക്വയർ വരത്തുള്ളൂ. അപ്പോൾ എ ഡിയുടെ സ്ക്വയർ വരണമെങ്കിൽ എ ഡി 2 പ്രാവശ്യം വരണം. എ ഡി 2 പ്രാവശ്യം വന്നാൽ മാത്രമേ എ ഡിയുടെ സ്ക്വയർ, എ ഡി 2 പ്രാവശ്യം ഇങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? എ ഡിയുടെ സ്ക്വയർ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എ ഡിയുടെ സ്ക്വയർ ഒപ്പിക്കുന്നത് നോക്കി. ഇത് ഈ കാണുന്ന ട്രയാങ്കിൾ എടുത്താലും ഇതിനകത്തുണ്ട് ഒരു എ ഡി ഇല്ലേ? ഈ കാണുന്ന ട്രയാങ്കിൾ എടുത്താലും ഇതിനകത്തും ഉണ്ട് ഒരു എ ഡി. കണ്ടോ? ഈ ഒരു ട്രയാങ്കിളിൽ ഈ ലോങ് ഡിസ്റ്റൻസ് ആണ് എ ഡി, ഈ ഒരു ട്രയാങ്കിളിൽ ഈ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് എ ഡി. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിളിലും എ ഡി ഉണ്ട്, മറ്റേ ട്രയാങ്കിളിലും എ ഡി ഉണ്ട്. ഈ ട്രയാങ്കിളിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്, ഇവിടം മുതൽ ഇവിടം വരെയാണ് എ ഡി. മറ്റേ ട്രയാങ്കിളിൽ ഇവിടം മുതൽ ഇവിടം വരെയാണ് എ ഡി. ശരിയാണ്. പിന്നെ നമുക്ക് വരേണ്ടത് എ ബി. എ ബി എന്ന് പറഞ്ഞാൽ നോക്കി, എ ബി എന്ന് പറഞ്ഞത് ഈ ട്രയാങ്കിളിന്റെ ലോങ് ഡിസ്റ്റൻസ് അല്ലേ. ഇനി എ എഫ്, എ എഫ് എന്ന് പറഞ്ഞത് ഈ ട്രയാങ്കിളിന്റെ ഷോർട്ട് ഡിസ്റ്റൻസും അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു ബി പി ടി നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് എ എഫ് ബൈ എഫ് ഡി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്ന് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ കിടക്കുന്ന എ ഡിയും എ ബിയും എ എഫ് ഒക്കെ കണ്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണ്? ഒരു ഷോർട്ട് ഡിസ്റ്റൻസും ഒരു ലോങ് ഡിസ്റ്റൻസും ഒക്കെ വെച്ചിട്ട് ഇത് കാണുന്ന ഇതാണ് എ എഫ് എന്ന് പറയുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്, എ ഡി എന്ന് പറയുന്ന ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇവിടെ എന്താണ്? എ ബി എന്ന് പറയുന്ന ലോങ് ഡിസ്റ്റൻസ് ആണ്, എ ഡി എന്ന് പറയുന്ന ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ബൈ ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ അല്ലേ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഈ 2 ട്രയാങ്കിളിലും ബി പി ടി അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൂഫിലോട്ട് റീച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാണുന്ന ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി, ഇൻ ട്രയാങ്കിൾ ഏതാണ്? എ ബി സി. അവിടെ നമുക്ക് പാരലൽ ഉള്ളത് ഏതാണ്? ഡി ഇ പാരലൽ ടു ബി സി ആണ്. അതിന്റെ റീസൺ എന്താണ്? ഗിവൺ ആണ്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നെ ഉണ്ട് ഗിവൺ എന്നുള്ള റീസൺ. ശരിയല്ലേ? നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, നമ്മൾ എന്ത് എഴുതി? ഗിവൺ എന്ന് എഴുതി. ഇനി ഇതിന് ഞാൻ ബി പി ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത് നോർമലി പറയും പോലെ എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി എന്നല്ല അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ നമുക്ക് എ ഡി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഡിസ്റ്റൻസും പ്രൂഫിൽ വരേണ്ട എ ബി എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസും അല്ലേ. അപ്പൊ ഞാൻ ഷോർട്ട് ബൈ ലോങ് എന്നുള്ള റേഷ്യോയിലാണ് ഞാൻ ബി പി ടി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് ബൈ ലോങ്. കാരണം എനിക്ക് പ്രൂഫ് കിട്ടണമെങ്കിൽ ഇവിടെ കാണിക്കുന്നത് ഷോർട്ട് ലോങ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാനിവിടെ ഷോർട്ട് ബൈ ലോങ് എന്നുള്ള രീതിയിലാണ് ഞാൻ റേഷ്യോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നോക്കുക, ഇവിടുത്തെ ഷോർട്ട് എന്ന് പറയുന്നത് എ ഡി ആണ്, ലോങ് എന്ന് പറയുന്നത് ഏതാണ്? എ ബി ആണ്. കാര്യം ഇവിടെ വരേണ്ട ഷോർട്ട് നോക്കി എ ഡി അല്ലേ, എ ഡി ഷോർട്ടും ഈ എ ബി ലോങ്ങും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാൻ പോവാണ് എ ഡി ബൈ എ ബി ഈക്വൽ ടു എ ഇ ബൈ എ സി, അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നോക്കി, എ ഡി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഷോർട്ട് ഡിസ്റ്റൻസ് ബൈ ലോങ് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസ് നമ്മുടെ എ ബി ആണ് കേട്ടോ. എ ഡി ബൈ എന്താണ് മക്കളെ? എ ബി ഇസ് ഈക്വൽ ടു, അപ്പുറത്തും അതേപോലെ തന്നെ പറയണം. ഇവിടെ പറഞ്ഞ അതേ ഓർഡറിൽ തന്നെ നിങ്ങൾ അപ്പുറത്തും പറയണം. അവിടെ എങ്ങനെ പറയാ? എ ഇ ബൈ ഏതാണ്? എ സി. എ ഇ ബൈ എ സി. ഇതിന്റെ റീസൺ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, ഇക്വേഷൻ നമ്പർ 1 അവിടെ കിടന്നോട്ടെ. ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിളിന്റെ പേരാണ് എ ഡി സി. അപ്പോൾ ഇൻ ട്രയാങ്കിൾ എ ഡി സി, ഇൻ ട്രയാങ്കിൾ എ ഡി സി. ഇവിടുത്തെ പാരൽ പറഞ്ഞ ഏതാണ്? ഇതാ ഇവിടെ പാരൽ കിടപ്പുണ്ട്. നോക്കിയേ, സി ഡി പാരൽ ടു ഇ എഫ്, സി ഡി പാരൽ ടു ഇ എഫ്. ഡേ നമുക്ക് ഗിവണാണ്, ക്വസ്റ്റ്യനിലുണ്ട്, ഗിവണെന്ന് എഴുതും. ഓക്കെ, അപ്പൊ ഇവിടെയും ഞാൻ ബി പി ടി അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഇവിടെ നമുക്ക് എ ഡി നോക്കി ലോങ് ഡിസ്റ്റൻസ് ആണ്, ഇതിൽ കിടക്കുന്ന എ എഫ് ഇതിന് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അവിടെ പറഞ്ഞതുപോലെ ഇവിടെയും ഷോർട്ട് ബൈ ലോങ് തന്നെ പറയണം, ഷോർട്ട് ബൈ ലോങ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? എ എഫ്, ലോങ് എന്ന് പറയുന്നത് എ ഡി.
ഇവിടുത്തെ ഷോർട്ട് എ ഇ, ലോങ് എന്ന് പറയുന്നത് എ സി. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ബി പി ടി അപ്ലൈ ചെയ്യുമ്പോൾ സോ എ എഫ് ഡിവൈഡഡ് ബൈ എ ഡി ഈക്വൽ ടു എ ഇ ഡിവൈഡഡ് ബൈ എ സി. എൻ്റെ റീസൺ ഏതാണ്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, ഇക്വേഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. ഓക്കെ മക്കളെ, ഇനി നോക്കി ഈ രണ്ട് ഇക്വേഷൻസിലും ഓക്കെ എ ഇ ബൈ എ സിയും ഇവിടെ ഒരു എ ഇ ബൈ എ സിയും കോമൺ അല്ലേ? ഇത് രണ്ട് സെയിം സാധനമല്ലേ? എ ഇ ബൈ എ സി, എ ഇ ബൈ സി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ പിടിച്ച് ഇക്വേറ്റ് ചെയ്തൂടെ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ. അപ്പോൾ നമുക്ക് എഴുതാം ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 LHS പിടിച്ച് ഇക്വേറ്റ് ചെയ്യണേ. എ ഡി ഡിവൈഡഡ് ബൈ എ ബി ഇസ് ഈക്വൽ ടു എ എഫ് ഡിവൈഡഡ് ബൈ എ ഡി. കണ്ടോ? എ ഡി 2 പ്രാവശ്യം വന്നത് കണ്ടോ? നമ്മൾ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ പ്രൂഫ് കിട്ടത്തില്ലേ? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ നോക്കി. എ ഡി ഇൻറ്റു എ ഡി എത്രയാ? എ ഡിയുടെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി ഇൻറ്റു എ എഫ്, എ ബി ഇൻറ്റു എ എഫ്. ഓക്കെ, ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? നോക്കി, അപ്പോൾ എ ഡി ഇവിടെ 2 പ്രാവശ്യം വന്നതുകൊണ്ടാണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എ ഡിയുടെ സ്ക്വയർ ആയത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തത് എന്തുകൊണ്ട് ഷോർട്ട് ബൈ ലോങ് എടുത്തു എന്നൊക്കെ മനസ്സിലായല്ലോ. കാര്യം പ്രൂഫിൽ കിടക്കുന്ന എ ഡി ഈ പടത്തിൽ ഷോർട്ടാണ്, എ ബി ഈ പടത്തിൽ ലോങ് ആണ്. നോക്കി, ഈ ട്രയാങ്കിളിലോട്ട് വരാൻ നേരത്ത് എ എഫ് ഈ പടത്തിൽ ഷോർട്ടാണ്, എ ഡി എന്ന് പറയുന്നത് ലോങ് ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പ്രൂഫ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്ട് ബൈ ലോങ് വെച്ചിട്ട് റേഷ്യോ പറഞ്ഞ് അതിൽ എ ഇ ബൈ എ സി കോമൺ ആയിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെ പിടിച്ച് ഇക്വേറ്റ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ടായി. ഓക്കെ, ക്ലിയർ ആണോ?